Um, Hi students, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണ്. So now we are moving on to our seventh feature, that is US dollar is the most heavily traded currency. So it is called vehicle currency because it is widely denominated in international transactions only because US dollar is considered as a hard currency. Then next point is foreign exchange market is different from other market such as financial commodity market because in foreign exchange market foreign currencies are sold and bought. And finally the foreign exchange market is the largest market in terms of its turnover. As I told you already, it is not a market which is consist of a physical place. It is an online platform where the transaction has been taking place all the time. That is, the transaction is occurring 24/7. Now we can see what are the functions of international foreign exchange. Okay, first function is transfer function. ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ. But transfer of goods and service is considered as the main thing for a market. ഇതൊരു ഫണ്ടമെൻ്റൽ ഫംഗ്ഷനായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്താ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ബില്ല്, ഡ്രാഫ്റ്റ്, എല്ലാ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ആണ് ആ ഒരു മാർക്കറ്റിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ എന്താണ്? നമ്മൾ രണ്ടാമത്തെ ഫംഗ്ഷനിലേക്ക് പോകുമ്പം ക്രെഡിറ്റ് ഫംഗ്ഷനാണ്. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു എക്സ്ചേഞ്ച് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? വെൻ വി ആർ ഇൻ എ നീഡ് ഓഫ് മണി. നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ്, നമ്മൾ കറൻസി നമുക്ക് ആവശ്യമുള്ളപ്പോഴാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ക്രെഡിറ്റ് ഇസ് യൂഷ്വലി റിക്വയർഡ് വെൻ ഗുഡ്സ് ആർ ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഓൾസോ ടു അലൗ ദ ബയർ ടു റീസെൽ ദ ഗുഡ്സ് ആൻഡ് മേക്ക് ദ പേയ്മെൻറ്റ്. നമുക്ക് ഒരു മാർക്കറ്റിൽ നമ്മൾ എൻഗേജ് ചെയ്യുമ്പം അവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഡെറ്റേഴ്സ് ഉണ്ട്. സോ അവർക്ക് ആ ഒരു ട്രാൻസാക്ഷൻ ആവശ്യമുള്ളൂ. ആർക്കെങ്കിലും ആ ഒരു കറൻസി, ആ പെർട്ടിക്കുലർ കറൻസി ആവശ്യമുള്ളപ്പോൾ മാത്രമേ നമ്മുടെ കയ്യിലിരിക്കുന്ന കറൻസിന് വാല്യൂ ഉള്ളൂ. സോ ദേ ഷുഡ് ബി എ നീഡ് ഓഫ് മണി. അപ്പോൾ അവിടെയാണ് ഒരു എക്സ്ചേഞ്ച് നടക്കുകയുള്ളൂ. ഗുഡ്സ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അവിടെ പർച്ചേസ് നടക്കുന്നുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് കറൻസി US ഡോളർ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് വരുന്നുള്ളൂ, അതിൻ്റെ ഒരു സെല്ലിംഗ് നടക്കുന്നുള്ളൂ. സോ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഈസ് ക്രെഡിറ്റ് ഫംഗ്ഷൻ. ദെൻ ഫൈനലി ഹെഡ്ജിങ് ഫംഗ്ഷൻ. ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ഹെഡ്ജിങ് എന്ന് പറയുന്നത് വേറൊരു രീതിയിലുള്ള ഫംഗ്ഷനാണ്. അതൊരു പ്രൈമറി ഫംഗ്ഷനൊന്നുമല്ല. എല്ലാ മാർക്കറ്റിലും ഹെഡ്ജേഴ്സ് ആൻഡ് ആർബിട്രേറ്റേഴ്സ് ഉണ്ട്. അവരെന്തിനു വേണ്ടിയിട്ടാണ്? റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. The foreign exchange market helps the importers and exporters minimize the risk of trade. അപ്പോൾ അവർ ട്രേഡിൽ എൻട്രി ചെയ്യുമ്പം ആ ഒരു ഉണ്ടാകാൻ സാധ്യതയുള്ള റിസ്കിനെ മിനിമൈസ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. സോ ഹെഡ്ജിങ് മീൻസ് വാട്ട്? ടു കവർ ഓഫ് ദ എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. ആ റേറ്റ് ഡിഫറൻസിൽ ദ ഡിഫറൻസ് ദാറ്റ് ഒക്കർ ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് rate difference is considered while hedging. Hedgers are always taking an initiative to cover up the risk faced by the exporters and importers. The exchange risk can be avoided or minimized through a forward contract. In case of a forward contract, this risk of this exchange rate is taken by whom? The hedgers. So that is also a function of foreign exchange market. Next we move on to the importance of foreign exchange market. So what are the importance? Why we need this foreign exchange market? So first importance is this market allows the funds to be transferred from one country to another. So this kind of foreign exchange markets act as a link between two or more countries, and they always facilitate the movement of currency from one nation to another. So there is a linkage or there is a business transaction take place between two or more countries. Okay, then second one is this market facilitate international trade. That is the main aim of international market, to facilitate or to emphasize or to catalyze the trade between different countries. Then third one,
foreign exchange market sets the price at which currency of one country will be exchanged for another. So that is also a function of, actually that's a function of foreign exchange market to set a price for which a currency can be traded. So we know that US dollar is equal to I think it's almost 67 something Indian rupees. So that rate is fixed already. So that a trader who is supposed to trade in a foreign exchange market will is aware of the exchange rate price in the market, and he can act accordingly. That is the main function and importance of foreign exchange market. That is, all the rates of all currencies are fixed in a pre-planned manner. Then fourth one, foreign exchange market facilitates stability of foreign exchange rate. So every market will take some measures to stabilize the market factors. So these market factors should be stabilized, otherwise it will affect the free movement of goods and services. So this foreign exchange market takes some initiative to make the exchange rate stable. Okay, then fifth one is that foreign exchange market facilitate foreign exchange risk management. Foreign exchange risk is always risk എന്ന് പറയുന്നത് എല്ലാ മാർക്കറ്റിലും ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ചിൽ മാത്രമല്ല ഉള്ളത്. സോ ദിസ് ടൈപ്പ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് facilitate the foreign exchange risk. Then sixth one, foreign exchange market provides liquidity. So business is always related with risk. Risk is always there with business. So to hedge up this risk, the creditors should be available with adequate liquidity facility. So foreign exchange provide this kind of liquidity to the marketers, to the businessmen. Then seventh one is that the foreign exchange market also facilitate the government of a country giving aid to other country through international development agencies. Okay, so this we have studied about many kind of exchange rate and international organizations involved in lending of money, lending of soft loans, concessional rate loans, etc. So this foreign exchange market is also foreign exchange market also helps the government to aid countries for promoting international trade. So these are the importance of foreign exchange market. Then next we can see who are the participants of foreign exchange market. So when we are saying about the participants, business and individual. First participant means business and individual. That is, individual firms ആകാം, അല്ലെങ്കിൽ individuals ആകാം, international investors, multinational corporation, everyone will become a participant of foreign exchange market who are dealing in an international trade, international business. So firm that is engaged in import or export of goods or services can be a participant in a foreign exchange market, and also an individual who is doing business in an international country can be a participant of foreign exchange market, etc. So local currencies are typically exchanged or converted into US dollar, so that they can do business in an international country. In short, firms need foreign exchange for the purpose of operating their business. Not only firms, each and every person involved in a foreign exchange market need this foreign currency to trade in a foreign exchange market. Who will be the next participant? That is commercial bank and other financial institution. Commercial bank in the jolly endana accepting and lending of loans. So avarku cash na avashyam varumbo they may depend on this foreign exchange market. So commercial bank carry out buy or sell orders from their retail clients and buy or sell currencies on their own account. Foreign exchange യൂണിറ്റുകൾ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്കും അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ഈ ഒരു ഫംഗ്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. അവരെന്ത് ചെയ്യുന്നു? അവർ ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കറൻസീസ് വാങ്ങിയിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള കറൻസി ഏതാണോ എന്നുള്ളത് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദേ ഓൾസോ വിൽ ബിക്കം എ പാർട്ട് ഓഫ് ദിസ് പാർട്ടിസിപ്പൻറ്റ് ഓഫ് ദിസ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കൂടെ തന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് മെർച്ചൻ്റ് ബാങ്ക്സ് അതേപോലത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇതിന് വേണ്ടി ഫോറിൻ എക്സ്ചേഞ്ചിൽ ഇൻവോൾവ് ആണ്. ഓക്കെ, ദെൻ
നെക്സ്റ്റ് പാർട്ടിസിപ്പൻറ്റ് ആർ ഫോറിൻ എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ്. ഇപ്പോൾ ഫോറിൻ മാർക്കറ്റിൽ നമ്മൾക്ക് സാധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പോലെയുള്ള മാർക്കറ്റിലാണെങ്കിലും നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനൊരു ബ്രോക്കർ അത്യാവശ്യമെന്ന് പറയാൻ പറ്റില്ല, ബ്രോക്കർ ആവശ്യമാണ്. ചില കേസസിലൊക്കെ നമുക്ക് ആവശ്യമാണ്. അതേപോലെ തന്നെ ഇൻ്റർനാഷണൽ ട്രേഡിലും ഇതുപോലെയുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ബ്രോക്കേഴ്സ് ആവശ്യമാണ്. സോ ദേ ബിക്കം വൺ ഓഫ് ദ പാർട്ടിസിപ്പൻറ്റ്. അപ്പം അവർ എന്ത് ചെയ്യുന്നു? ഓഫർ ടു ബൈ ഓർ സെൽ കറൻസി. നമുക്ക് നമ്മളെ സെല്ലറിനെയും ബയ്യറിനെയും കൂടെ കൂട്ടിമുട്ടിക്കുന്ന ഒരു ഘടകമായിട്ട് ആര് മാറുന്നു? ബ്രോക്കേഴ്സ് മാറുന്നു. അപ്പോൾ ബ്രോക്കേഴ്സിനായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ നോളജ് ഉണ്ടാവുക. ഹൗ ടു കോട്ട് ദ പ്രൈസ്, ഹൗ ടു ബിഡ് ദ പ്രൈസ് എക്സെട്ര. ഓക്കെ, ആൻഡ് ഫേവറബിൾ സിറ്റുവേഷൻ ആകുമ്പോൾ ദേ വിൽ ഫിക്സ് ദ കൊട്ടേഷൻ. ഓക്കെ, ദെൻ next one of the disadvantages of dealing with this broker is that a small brokerage fee is payable. So ചില കേസസിലൊക്കെ എന്താണ്, നമ്മൾ ബ്രോക്കേഴ്സിനെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, then finally the participant is central bank. സോ രണ്ട് കൺട്രീസ് തമ്മിൽ ഒരു ഇൻ്റർനാഷണൽ ട്രേഡിൽ എഗ്രിമെൻറ്റിൽ എൻട്രി ചെയ്യുമ്പം ഗവൺമെൻറ് അതറിയണം. ഗവൺമെൻറ് ഷുഡ് ഗീവ് ദിസ് ലൈസൻസ് ആൻഡ് ഓൾ അതർ ടൈപ്പ് ഓഫ് റെഗുലേഷൻ ഷുഡ് ബി ലിബറലൈസ്ഡ്. എന്നാൽ മാത്രമേ അവർക്ക് സ്മൂത്തായിട്ട് ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഒരു കൺട്രീൻ്റെ ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. സോ സെൻട്രൽ bank of a country should must enter into foreign exchange market for several reasons. Because അവരവിടെ എക്സ്പ്ലോയിറ്റഡ് ആവുന്നുണ്ടോ എന്നറിയണം. അതേപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റുകളിൽ ഇവർക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ, നമ്മുടെ കറൻസിക്ക് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അനലൈസ് ചെയ്യാൻ സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യണം? ഫോറിൻ എക്സ്ചേഞ്ചിൽ ഇൻവോൾവ് ചെയ്തേ പറ്റും. ഓൾ ഗവൺമെൻറ് ട്രാൻസാക്ഷൻസ് ദാറ്റ് റിക്വയർ റിസീപ്റ്റ്സ് ഓഫ് പേയ്മെൻറ്റ്സ് ഇൻ ഫോറിൻ കറൻസി ആർ റൂട്ടഡ് ത്രൂ. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പല ബിസിനസ്സുകളും ഉണ്ടാവും. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാം ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൈവറ്റ് മൾട്ടിനാഷണൽ കമ്പനികളുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഗവൺമെൻറ് കമ്പനീസ് ഉണ്ട് ഇൻ്റർനാഷണൽ ട്രേഡിൽ എൻഗേജ് ചെയ്യുന്നത്. സോ അവരുടെ മാനേജ് ചെയ്യുക, അവരുടെ കറൻസി ഫ്ലക്ച്വേഷൻ, കറൻസി ഷോർട്ടേജ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ബാങ്കുകളൊക്കെ എൻട്രി ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെയാണ് പാർട്ടിസിപ്പൻസ്.